ശ്രീ ശിവദാസൻ, ഈ ഇതിനകത്തിപ്പോൾ ശ്രീ സി ആർ നീലകണ്ഠൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ ഈ CAA ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇടതുപക്ഷം കാണുന്നുണ്ടെങ്കിൽ, അതിനകത്ത് കോൺഗ്രസിൻ്റെ നിലപാടിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, മുഖ്യമന്ത്രിയെല്ലാം എല്ലാ യോഗത്തിലും സംസാരിക്കുന്നത് പോലെ അതിൽ ആത്മാർത്ഥതയില്ല എന്നാണ് നിങ്ങളുടെ വിലയിരുത്തലെങ്കിൽ, പിന്നെ ഈ ഇന്ത്യ എന്ന കൂട്ടായ്മയിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നതിൽ അർത്ഥമില്ലല്ലോ ദേശീയ തലത്തിൽ. അപ്പോൾ ആ കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. രണ്ടാമത്തെ കാര്യം, CAAയുടെ അടിസ്ഥാനത്തിലായിരിക്കില്ല കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരുടെ വോട്ട് എവിടേക്ക് പോകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ CAAയിൽ ഒരു അമിത വ്യയം ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? ഇതിൽ നേരത്തെ കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ജിൻഡോ പറഞ്ഞതിനോടുകൂടി പ്രതികരിക്കേണ്ടതുണ്ട്. അദ്ദേഹം CAAക്കെതിരെ വലിയ നിലയിൽ ഇവിടെ സംസാരിക്കുകയുണ്ടായി. പക്ഷേ എൻ്റെ സംശയം, ജിൻഡോ ഇത്രമേൽ ആവേശത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങളുടെ ഒരു വരിയെങ്കിലും എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രസിഡന്റിന് സംസാരിക്കാൻ പറ്റാതെ പോയത്? അദ്ദേഹത്തോട് പത്രങ്ങൾ പറഞ്ഞപ്പോൾ ഉറങ്ങാൻ പോയിട്ട് ഇതുവരെ ഉറക്ക് തെളിഞ്ഞില്ലേ എന്നുള്ള ചോദ്യം ഇങ്ങനെ മുഴച്ചു നിൽക്കുകയാണല്ലോ. അപ്പോൾ കോൺഗ്രസ്സിന് ഈ വിഷയത്തിൽ പ്രതികരിക്കാനാവുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഒരു വരി പോലും CAAയെക്കുറിച്ച് പറഞ്ഞില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ ന്യൂനപക്ഷത്തോടുള്ള, കോൺഗ്രസിൻ്റെ CAAയോടുള്ള സമീപനത്തിൻ്റെ പൊള്ളത്തരം കൃത്യമായി വ്യക്തമാക്കുന്നതാണ്. കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളെക്കുറിച്ച് CPIM ഇതിനു മുമ്പും പ്രതികരിച്ചിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമല്ല, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെ CPIMൻ്റെ പ്രകടന പത്രികക്കകത്ത് CAAയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വ്യക്തമായിട്ടുള്ള വിശകലനം ഇത് വെളിവാക്കുന്നതാണ്. കോൺഗ്രസിനോടുള്ള സമീപനം എത്രമേൽ വ്യത്യസ്തമായി, എത്രമേൽ കോൺഗ്രസുമായി ഭിന്നമാണ് CPIMൻ്റെ സമീപനം എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. രണ്ടാമതായി, ബഹുമാനപ്പെട്ട നമ്മുടെ CR പറഞ്ഞിട്ടുള്ള വിഷയത്തിലുള്ള പ്രതികരണമാണ്. CPIMന് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം അങ്ങ് വിച്ഛേദിച്ചുകൂടെ എന്ന് പറഞ്ഞതിനൊപ്പം അദ്ദേഹം മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി പറയുണ്ടായി. ഈ രാജ്യത്ത് BJPക്കെതിരായി നിലപാടെടുക്കാൻ എന്ന് പ്രതീക്ഷിക്കുന്ന മതനിരപേക്ഷ പാർട്ടികളെന്ന് സ്വയം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പാർട്ടികളെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് BJPക്കെതിരായി പ്രവർത്തിക്കുന്നതിന് നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്നുള്ളത് അങ്ങുൾപ്പെടെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഇവിടെ കോൺഗ്രസിനെതിരായി മത്സരിച്ച് ജയിച്ചിട്ടുള്ള CPIMൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഡൽഹിയിൽ എടുത്തിട്ടുള്ള തീരുമാനം, സംയോജിതമായിട്ടുള്ള ഒന്നാം UPA ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള പിന്തുണ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിലൂടെയാണ് തൊഴിലുറപ്പ് നിയമം ഉൾപ്പെടെ രൂപപ്പെട്ട് വന്നിട്ടുള്ളതെന്നുള്ളതും കോമൺ മിനിമം പ്രോഗ്രാമിൽ ഇത്തരത്തിലുള്ള നിരവധിയായിട്ട് പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടതെന്നുള്ളതും ഈ രാജ്യത്തിൻ്റെ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പിന്നെ BJPയുടെ പ്രതിനിധി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളോട് പ്രതികരിക്കാതെ നിർവാഹമില്ല. BJP എന്നുള്ള പാർട്ടി എല്ലാ അർത്ഥത്തിലും മതത്തെ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന പാർട്ടിയാണ്. ശ്യാമപ്രസാദ് മുഖർജി മുസ്ലിം ലീഗ്, ജിന്നയുടെ മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗിനോട് ചേർന്ന് മന്ത്രിസഭയിൽ മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് എന്നുള്ളത് വിസ്മരിച്ചു പോകരുത്. ആ ശ്യാമപ്രസാദ് മുഖർജിയുടെ പിൻതലമുറ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഡിണ്ടിഗലിൽ SDPIക്കാരൻ്റെ കൈ കോർത്തു പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നത് നാം കാണുകയാണ്. SDPI മുന്നണിയിൽ തമിഴ്നാട്ടിൽ BJP കൂടി ഉണ്ട് എന്നാണ് SDPI നേതാക്കളുടെ പോസ്റ്ററുകളിലും അവരുടെ പ്രചരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. BJP മതത്തെ ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെ ഒരാൾക്ക് പോലും പൗരത്വം നഷ്ടപ്പെടില്ല, ആരും പേടിക്കേണ്ടതില്ല എന്നൊക്കെ നമ്മുടെ ഈ CAA കുറിച്ച് പറഞ്ഞുകൊണ്ട് SDPയുടെ കാര്യത്തിൽ എന്താണ് താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലല്ല ഡോക്ടർ ശിവദാസൻ. അതായത് തമിഴ്നാട്ടിൽ SDP ആർക്കൊപ്പം ഉണ്ടെന്നാണ് താങ്കൾ പറഞ്ഞത്? അങ്ങൊരു പോസ്റ്റർ AIDMK സഖ്യത്തിൽ ഡിണ്ടിഗലിൽ അവർ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുന്നതിൻ്റെ പോസ്റ്റർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ ഉൾപ്പെടെയുള്ള പോസ്റ്റർ വെച്ചുകൊണ്ടാണ് അവർ റിലീസ് ചെയ്തത്. AIDMKയോട് ചേർന്ന് AIDMK എന്ന് പറയുന്ന പാർട്ടിയുടെയും ആ നേതാക്കളുടെയും ഒപ്പം നരേന്ദ്രമോദിയുടെയും പോസ്റ്റർ വെച്ചുകൊണ്ടാണ് അവിടെ SDPIക്കാർ പോസ്റ്റർ ഇറക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അത് എല്ലാ സ്ഥലത്തും അത് പ്രചരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിഷേധിച്ചാൽ മതി, ഒരു പ്രയാസമില്ല. ക്യാപ്സ്യൂളോ ഏത് ക്യാപ്സ്യൂളോ ആവട്ടെ, അങ്ങോട്ട് എൻ്റെ അഭ്യർത്ഥന, അങ്ങ് ശ്യാമപ്രസാദ് മുഖർജി മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടായിട്ടില്ലെന്നും അങ്ങ് പറഞ്ഞോളൂ, ഒരു പ്രയാസമില്ല. അങ്ങ് പറഞ്ഞോളൂ, ശ്യാമപ്രസാദ് മുഖർജി മുസ്ലിം ലീഗിനോട് ചേർന്ന് മന്ത്രിസഭയിൽ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ബന്ധമേ ഉണ്ടായിട്ടില്ല എന്ന് അങ്ങ് പറയൂ.
കേൾക്കട്ടെ, ആളുകൾ കേൾക്കട്ടെ, അങ്ങ് പറഞ്ഞോളൂ, ഒരു പ്രയാസമില്ല. BJP എന്ന് പറയുന്ന പാർട്ടി ഏത് വർഗീയ പാർട്ടിയായിട്ടും കൂട്ടുകൂടുകയും മതത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി അവർ എല്ലാ അർത്ഥത്തിലും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഈ രാജ്യത്ത് എല്ലാ ആളുകളും ഒന്നു ചേർന്ന് എതിർക്കേണ്ടുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള കേരളത്തിൽ ഈ പൊതുതെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ച ചെയ്യപ്പെടുന്ന, അതായത് സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തൽ അടക്കം, അല്ലെങ്കിൽ മാസപ്പടിയും അതോടൊപ്പം കരുവന്നൂർ സഹകരണ ബാങ്കിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വരവുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ പോലും CAA എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കി ഇടതുപക്ഷം കത്തിച്ചു നിർത്തുന്നതിന് പിന്നിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടിലേക്കുള്ള കണ്ണാണ് എന്ന വിമർശനമാണ് ഇടതുപക്ഷം കേരളത്തിൽ നേരിടുന്നത്. ഇപ്പോൾ നേരത്തെ ശ്രീ CR പറയുന്നു CAA പോലൊരു വിഷയത്തെ അധികരിച്ചായിരിക്കില്ല കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരുടെ വോട്ടുകൾ നിർണ്ണയിക്കാൻ പോകുന്നതെന്ന് നേരത്തെ അദ്ദേഹം നടത്തിയൊരു നിരീക്ഷണം കൂടി, അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, CAA എന്ന വിഷയത്തിൽ നിങ്ങൾ ഒരു അമിത വ്യയം ചെയ്യുകയാണോ എന്ന്. ഗോപീഷൻ, അങ്ങയുടെ ചോദ്യം എന്നെ ഭയപ്പെടുത്തുകയാണ്. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിത്തറ എന്നുള്ളത് മതനിരപേക്ഷതയാണ്. ആ മതനിരപേക്ഷത, മതത്തിനപ്പുറത്ത്, മതം എന്നുള്ളത് പൗരത്വത്തിൻ്റെ പരിഗണനാ വിഷയമേ അല്ല. മതം പൗരനെ നിയമത്തിനു മുമ്പിൽ വേർതിരിക്കുന്നതിനുള്ള ഉപായമല്ലാത്ത, മതത്തെ പൗരത്വത്തിനുള്ള മാനദണ്ഡമാക്കാത്ത മതനിരപേക്ഷമായ ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യം, ആ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ഭരണഘടനയെ എല്ലാ അർത്ഥത്തിലും തകർക്കുന്ന ഒരു ഭരണഘടന, ഒരു നിയമനിർമ്മാണം ഈ രാജ്യത്ത് മുന്നോട്ട് വെക്കുമ്പോൾ എത്രമേൽ അപകടകരമാണ്. അത് ഈ രാജ്യത്തെ എന്റെ ചോദ്യം അങ്ങേ ഭയപ്പെടുത്തുന്ന യാതൊരു കാര്യവുമില്ല. കാരണം ആ ചോദ്യത്തിന്റെ രാഷ്ട്രീയ മാനങ്ങൾ താങ്കൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഇപ്പോൾ CAA-ക്കെതിരായിട്ടുള്ള നിങ്ങളുടെ പ്രക്ഷോഭങ്ങളെ വില കുറച്ച് കാണുകയല്ല ഞാൻ ചെയ്തത്. അവിടെ ഞങ്ങൾ മാത്രമാണ് ഈ വിഷയത്തിൽ നിലപാടെടുത്തതെന്ന് സ്ഥാപിക്കാൻ നിരന്തരം ശ്രമിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ പുറത്ത് ഇന്ത്യ എന്ന് പറയുന്ന വിശാല കൂട്ടായ്മയിൽ വിശ്വാസമർപ്പിച്ച് നിങ്ങൾ ഒരു പോരാട്ടത്തിന് നിൽക്കുകയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കക്ഷിക്ക് CAA പോലൊരു സുപ്രധാന വിഷയത്തിൽ നിലപാടില്ല എന്ന് കേരളത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് CR നീലകണ്ഠൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആ ബന്ധം അങ്ങ് ഉപേക്ഷിക്കൂ എന്ന്. ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ വ്യത്യസ്ത നിലപാടെടുക്കുന്ന പാർട്ടികളാണ്. ഗോപീഷൻ, ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഭരണഘടന എന്നുവെച്ചാൽ വീടിന് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിന് തീപിടിച്ചിരിക്കുന്ന ഒരു ഘട്ടം. ആ ഘട്ടത്തിൽ തീക്കെടുത്തുന്നതിന് വേണ്ടി സകല മനുഷ്യരെയും കണ്ണു ചേർക്കുകയാണ്. ആ വരുന്നവരുടെ കൂട്ടത്തിൽ കുളിക്കാത്തവരുണ്ടാവും, ഷർട്ടിടാത്തവരുണ്ടാവും, പല കോലത്തിലുള്ളവരുണ്ടാവും. അവരെയൊക്കെ ചേർത്ത് പിടിക്കുകയാണ്. ആ ചേർത്ത് പിടിച്ച് അവരോട് പറയുകയാണ്, നമ്മുടെ ചുമതല ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിനെ സംരക്ഷിക്കുകയാണ്, ഈ ഭരണഘടനയെ സംരക്ഷിക്കുകയാണ്. ആ ഭരണഘടനയെ സംരക്ഷിക്കാൻ വരിക നിങ്ങളെന്ന് പറയുമ്പോൾ തന്നെ ആ വിയോജിപ്പുകളെല്ലാം, ഈ വരുന്നവരുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ സമീപനത്തോടുള്ള വിയോജിപ്പുകളെല്ലാം ആവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് കോൺഗ്രസ് CAA-യുടെ മുകളിൽ എടുക്കുന്ന നിലപാട്, ഇരട്ടത്താപ്പ്, തുറന്നു പറയാനുള്ള കോൺഗ്രസിൻ്റെ മടി, അത് അത്യന്തം അപകടകരമാണ്.